അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നപ്പോ ഒരു കുഞ്ഞു വ്ളോഗാണേ. നമ്മുടെ ഒരു ദിവസത്തെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയില്. ഈ വീഡിയോ ഇപ്പൊ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായിണ്ടായേ, ഇപ്പോഴേ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാലത്തെ തന്നെ നല്ല മഴയായോണ്ട് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് അപ്പൊ മഴയും കണ്ട് നിക്കാണ് കേട്ടാ. കയ്യിലപ്പൊ വെള്ളമൊക്കെ ആക്കാനായിട്ട് നോക്കണ്ടേ, ഇനി ഒരു തക്കം കിട്ടാണെങ്കിൽ ആ മഴയത്ത് പോയി കളിക്കുകയും ചെയ്യൂട്ടാ. മഴ പെയ്യുമ്പോ രണ്ടാൾ ഇടയ്ക്കൊക്കെ ഇറക്കി കളിപ്പിക്കാറുണ്ടേ. ഇന്നിപ്പോ എന്തായാലും വിടണില്ല കേട്ടോ, ഒരു വൈറൽ ഫീവർ വന്നു പോയതിന്റെ ക്ഷീണം മാറിയിട്ടേ ഇല്ല. അങ്ങനെ മഴ ആസ്വദിക്കലൊക്കെ കഴിഞ്ഞപ്പോ ദേ അമ്മാമ്മനെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിട്ടാ. തുണികളൊക്കെ തോരിയിടാനായിട്ട് അപ്പൊ എടുത്തു കൊടുക്കണ്ടാണേ. ഈ ഒരു പണി അപ്പൊ ആൾക്ക് നല്ല ഇഷ്ടാണ് കേട്ടാ. നിത്തു അപ്പൊ സ്കൂളിൽ പോയേക്കാണ്. ഇനിയിപ്പോ എന്തായാലും വേറെ പണികളൊന്നുമില്ല. അപ്പൊ ഞാൻ എന്തായാലും കുറച്ച് ഹെയർ കെയർ ഒക്കെ ആവാന്ന് വിചാരിച്ചു. അതിനായി കുറച്ച് പനിക്കുറുക്ക് പൊട്ടിച്ചെടുക്കാണ് കേട്ടാ. നല്ല മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുറെ കറ്റാർ വാഴയൊക്കെ ചീഞ്ഞു പോയിട്ടാ. ഇന്നപ്പൊ നമുക്ക് വീട്ടിലുള്ളത് വെച്ച് തന്നെ ഒരു ഹെയർ കെയർ ചെയ്യാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു 4-5 പനിക്കൂർക്കയാണ് പൊട്ടിച്ചേ. പിന്നെ നമ്മുടെ തുളസി. ഇനി നമ്മുടെ കാച്ചി എണ്ണ ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്തിണ്ടേ. അതിനുശേഷം മുടിയൊക്കെ നീരും കോന്തി ചാടയൊക്കെ കളഞ്ഞെടുക്കാം. ഇനി നമുക്ക് തലയിൽ ഓയിലൊക്കെ തേച്ചു കൊടുക്കാം. അപ്പൊ നല്ല ചൂടോട് കൂടിയൊന്നല്ല കേട്ടോ ഓയിൽ അപ്ലൈ ആക്കി കൊടുത്തേക്കണേ. ജസ്റ്റ് ഒരു തുണ്ട് ചൂടിലാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കണേ. നമുക്ക് മുടിയിലും തലയോട്ടിയിലൊക്കെ അപ്പൊ നന്നായിട്ട് തന്നെ ഓയിൽ അപ്ലൈ ആക്കി കൊടുക്കാം. ആഴ്ചയിൽ അപ്പൊ 2-3 ദിവസമൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാട്ടോ എനിക്ക് തോന്നണേ. നമ്മൾ എത്രത്തോളം ഹെയർ കെയർ ചെയ്യുന്നു അതിനനുസരിച്ച് തന്നെ ഒരു റിസൾട്ട് ഉണ്ടായിരിക്കും. പലരും പറയണ പോലെ മുടിക്ക് പാരമ്പര്യമായിട്ട് കിട്ടേണ്ടതാണെന്ന് പറയുന്നോട് ഞാൻ യോജിക്കണില്ല കേട്ടാ. കാരണം എന്റെ അമ്മയ്ക്കൊന്നും അങ്ങനെ മുടിയില്ല. എനിക്കൊരു 5 വയസ്സിന് ശേഷം എന്റെ അമ്മ കാച്ചി എണ്ണയാണ് കേട്ടോ എനിക്ക് തേച്ച് തന്നു തുടങ്ങിണ്ടായേ. അമ്മ തന്നെ നമുക്ക് വീടിന് ചുറ്റുള്ള ഓരോ ഇലകളൊക്കെ ഇട്ടിട്ടാണ് എനിക്ക് വെളിച്ചെണ്ണ കാച്ചി തന്നിരുന്നത്. അതെനിക്ക് നല്ല റിസൾട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഹെയർ ഒക്കെ നന്നായി തന്നെ വളർന്നു തുടങ്ങിയിട്ടുണ്ടായി. പിന്നെ കുറച്ച് വലുതായതിനൊക്കെ ശേഷമാണ് കേട്ടോ താളിയൊക്കെ തേച്ച് തുടങ്ങിയിരുന്നത്. അപ്പൊ ഇതൊരിക്കലും എനിക്ക് ജനറ്റിക്കലി കിട്ടിയേക്കുന്നതല്ല കേട്ടാ. അങ്ങനെ നന്നായി തന്നെ ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് ഞാൻ മുടി കെട്ടി വെച്ചു കൂട്ടാ. പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ ഉലുവയും കരിഞ്ജീരകമൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ തലയിൽ അപ്ലൈ ആക്കി കൊടുക്കണേ. ഈ ഒരു ഉലുവ കരിഞ്ജീരകം വാട്ടർ നല്ല സൂപ്പർ സംഭവമാണ്. ഹെയർ ഗ്രോത്തിനൊക്കെ പറ്റിയ സാധനമാണ് കേട്ടോ. ഞാനപ്പോ മുടി വെട്ടിയിട്ട് അധികം നാളൊന്നും ഉണ്ടായില്ല കേട്ടോ. പക്ഷെ ഇത് തേച്ചൊരു 2 ആഴ്ചക്കുള്ളിൽ എനിക്ക് നല്ല റിസൾട്ട് കാണാൻ പറ്റിയിട്ടാ. ഹെയർ ഗ്രോത്തിന് വേണ്ടി പറ്റിയ ടിപ്പ് നോക്കി നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ഇത് ട്രൈ ആക്കി നോക്കിക്കോളോ. കരിഞ്ജീരകം അപ്പൊ നമ്മുടെ മുടിയൊക്കെ വളരാൻ ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ ഉലുവ താരം മാറാനും മുടി വളർച്ചയ്ക്കും സൂപ്പറാണ് കേട്ടാ. കരിഞ്ജീരകം ഉലുവ വാട്ടർ അപ്പൊ ഞാൻ തലയിൽ അപ്ലൈ ആക്കിയിട്ട് ഒരു അരമണിക്കൂറിന് ശേഷമാണ് കേട്ടോ കുളിക്കാൻ പോവാറുള്ളൂ. അപ്പൊ എന്തായാലും ടൈം ഉണ്ട്, നമുക്കൊരു താളിയും കൂടി പ്രിപ്പയർ ആക്കാം. അതിനായി നേരത്തെ പൊട്ടിച്ചു വെച്ച പനിക്കൂർക്കയും തുളസിയൊക്കെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് വേപ്പിലയാണ്. നമ്മുടെ വീട്ടിലെ ഫ്രഷ് ആയിട്ടുള്ള വേപ്പിലയാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കണേ. ഇനി നമുക്ക് അതിലേക്ക് ചെമ്പരത്തിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പൊ ദേ നമ്മുടെ താളി ഇവിടെ പ്രിപ്പയർ ആയിട്ട് ഇത് നമുക്കിനി അരിച്ചെടുക്കണം. അപ്പൊ ഞാനൊരു കോട്ടൺ തുണിയിൽ ഒഴിച്ചിട്ടാണ് അരിച്ചെടുത്തേക്കണേ. ഇങ്ങനെ ചെയ്യണോണ്ട് തന്നെ നമ്മുടെ ആ ഇലകളുടെ ഒന്നും കൊറ്റം തലയിൽ ഇരിക്കില്ല കേട്ടാ. അങ്ങനെ ദേ നമ്മുടെ താളിയൊക്കെ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തലയിൽ അപ്ലൈ ആക്കി കൊടുക്കാം. വേറെ ഷാമ്പു ഒന്നും യൂസ് ആക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കുളിയും പരിപാടിക്ക് കഴിഞ്ഞ് വൈകുന്നേരം ഇപ്പൊ നല്ല ഫ്രഷ് കൊള്ളി ഇരിക്കണ്ടായിരുന്നു. അപ്പൊ പിന്നെ കൊള്ളി മുട്ട ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കൊള്ളിയൊക്കെ പുഴുങ്ങി മുട്ടയും മസാലയൊക്കെ ഇട്ട് മിക്സ് ആക്കി നമ്മുടെ കൊള്ളി മുട്ട റെഡിയായി. ഇനി കുറച്ചു നേരം മക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്യാണ് കേട്ടോ. അപ്പൊ നിത്യം ഓരോ എക്സസൈസുകളൊക്കെയാണ് കാണിച്ചു തരുന്നേ. നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് അപ്പൊ പിയാനോ എടുത്ത് കളി തുടങ്ങി. അപ്പൊ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടപ്പോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.